നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. വീണ്ടും ഇരുട്ടടിയായി രാജ്യത്ത് ഇന്ധനവില വർധന. പെട്രോളിന് ₹2.61 ഡീസലിന് ₹2.71 വർദ്ധിച്ചു. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ അളഗപ്പ നഗറിൽ പ്രതിഷേധവുമായി CPI. വരന്തരപ്പള്ളി കുരിയാടി തോടിന് ശാപമോക്ഷം. വർഷങ്ങളായി മൂടിക്കിടന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് 11-ാം വാർഡിലെ ഒരുക്കം 2026 ക്യാമ്പിന് സമാപനം. വിശദമായ വാർത്തകളിലേക്ക്. സാധാരണക്കാർക്ക് വീണ്ടും ഇരുട്ടടിയായി രാജ്യത്ത് ഇന്ധനവില വർധന. പെട്രോളിന് തിങ്കളാഴ്ച ₹2.61 ഡീസലിന് ₹2.71 വർദ്ധിച്ചു. തിങ്കളാഴ്ചത്തെ വർധന കൂടി വന്നതോടെ തിരുവനന്തപുരത്ത് പെട്രോളിന് 115.32 രൂപയും ഡീസലിന് 104.41 രൂപയുമാണ് വില. രണ്ടാഴ്ചക്കിടെ 4 തവണയായി 8 രൂപയാണ് കൂട്ടിയത്. മെയ് 15-ന് പെട്രോളിനും ഡീസലിനും 3 രൂപ വീതം കൂട്ടി. മെയ് 19-ന് 90 പൈസ വീതം വർദ്ധിപ്പിച്ചു. മെയ് 23-ന് പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് കൂട്ടിയത്. തിങ്കളാഴ്ച പെട്രോളിന് ₹2.61 ഡീസലിന് ₹2.71 വർദ്ധിപ്പിച്ചു. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ CPI അളഗപ്പ നഗർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. CPI ജില്ലാ കമ്മിറ്റി അംഗം PK ശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി VK അനീഷ് അധ്യക്ഷത വഹിച്ചു. മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK ബിന്ദു, AIYF മേഖലാ സെക്രട്ടറി PU ഹരികൃഷ്ണൻ, ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി VR രാജൻ എന്നിവർ പ്രസംഗിച്ചു. കരുവാപ്പടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് TS സുധീഷ്, TB രാധാകൃഷ്ണൻ, KV സുരേഷ്, PK പീറ്റർ, KM അഭിജിത്ത്, KV വിനീഷ്, K രഞ്ജിത്ത്, രജനി കരുണാകരൻ, സാഹിത്യ ജിതേഷ് എന്നിവർ നേതൃത്വം നൽകി. കഴിയാത്ത രീതിയിലേക്ക് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. 10 ദിവസത്തിനുള്ളിൽ 3 തവണ വില വർദ്ധിച്ചിരിക്കുന്നു. ഇന്നലെ പെട്രോളിന് 87 പൈസ വർദ്ധിച്ചു, ഡീസലിന് 91 പൈസ വർദ്ധിച്ചു. എന്നാൽ ഇവിടെ അനീഷ് സൂചിപ്പിച്ചതുപോലെ ആഗോള തലത്തിൽ വലിയ തോതിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില താഴുമ്പോഴും നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ച് അതിന്റെ ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിക്കാൻ. വരന്തരപ്പള്ളി നേതാജി നഗറിലെ കുരിയാടി തോട്ടിൽ വർഷങ്ങളായി മൂടിക്കിടന്ന മണ്ണും മണലും മാലിന്യങ്ങളും നീക്കം ചെയ്ത് വെള്ളക്കെട്ടിന് താൽക്കാലിക പരിഹാരം കണ്ടെത്തി. തോട്ടിൽ മണ്ണും വേസ്റ്റുകളും അടിഞ്ഞുകൂടിയതിനെ തുടർന്ന് മഴക്കാലങ്ങളിൽ പ്രദേശം സ്ഥിരമായി വെള്ളക്കെട്ടിലാകാറുണ്ടായിരുന്നു. ആമ്പല്ലൂർ ചിമ്മിനി ഡാം റോഡിനോട് ചേർന്നുള്ള ഭാഗമായതിനാൽ ഗതാഗത തടസ്സവും പതിവായിരുന്നു. പഞ്ചായത്ത് അധികൃതർക്ക് നാട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് അടിയന്തരമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ, ഗ്രാമപഞ്ചായത്ത് അംഗം മെൽബിൻ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിൽ നടന്നുവന്ന കുട്ടികളുടെ വ്യക്തിത്വ വികസന ക്യാമ്പ് ഒരുക്കം 2026 സമാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR ഔസിഫ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് മിനിമോൾ സതീശൻ, പഞ്ചായത്ത് അംഗം ശ്രീജ പ്രബീഷ്, ക്യാമ്പ് കോർഡിനേറ്റർ K പ്രസാദ്, മുൻ അംഗം മോളി തോമസ്, PH ഹസീന, KK അനുമോൾ, സാബിറ, ജെയ്സൺ കുറുമാപ്പള്ളി എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്ക് പഠനോപകരണ വിതരണം, സർട്ടിഫിക്കറ്റ് വിതരണം, SSLC വിജയികൾക്ക് അനുമോദനം എന്നിവയും ഉണ്ടായിരുന്നു. പറപ്പൂക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലെ ആലത്തൂർ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ മൈഗ്രെയിൻസ് ആരോഗ്യ സ്ക്രീനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം K സുധാകരൻ, ആരോഗ്യ പ്രവർത്തകരായ TK സലീഷ്, കമാൽജിത്ത്, ഊർമിള ഉണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലയിലെ പുതിയ അസിസ്റ്റന്റ് കളക്ടറായി AC പ്രീതി ചുമതലയേറ്റു. കേരള കേഡറിലെ 2025 ബാച്ച് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥയായാണ് AC പ്രീതി. കർണാടകയിലെ മൈസൂർ ജില്ലയിലെ അങ്കനഹള്ളി സ്വദേശിനിയാണ്. ബിസിനസ് ന്യൂസ്.
വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കിഡിലൻ ബാക്ക് ടു സ്കൂൾ ഓഫറുമായി മൂന്നുമുറിയിലെ ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റ്. പുതിയ അധ്യയന വർഷം അടുത്തെത്തിയതോടെ കുട്ടികളുടെ മനം കവരുന്ന പുത്തൻ ട്രെൻഡുകളുമായി മൂന്നുമുറി ഹോം എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റിൽ സ്കൂൾ വിപണി സജീവമായി. ബാഗ്, കുട, ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ, നോട്ട്ബുക്ക്, പേന, പെൻസിൽ, നെയിം സ്ലിപ്പ് എന്നിങ്ങനെ നീളുന്നു വിപണിയിലെ താരനിര. പഠനോപകരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക കൗണ്ടറുകൾ സജ്ജീകരിച്ചും വമ്പൻ ഓഫറുകൾ ഒരുക്കിയുമാണ് ഹോം എക്സ്പ്രസിൽ സ്കൂൾ വിപണി സജീവമായത്. മാർവൽ സൂപ്പർ ഹീറോസ് മുതൽ ഡിസ്നി ക്യാരക്ടേഴ്സ് വരെ ബോട്ടിലുകളിലും ബാഗുകളിലും ഇടം പിടിച്ചിരിക്കുന്നു. സാധാരണ ബോട്ടിലുകളെക്കാളും കുടകളെക്കാളും ചിത്രങ്ങളുള്ള ഉൽപ്പന്നങ്ങളാണ് ട്രെൻഡിങ്. ബാഗ്, കുട, പുസ്തകം, പേന, പെൻസിൽ, ഇൻസ്ട്രുമെന്റ് ബോക്സ്, വാട്ടർ ബോട്ടിൽ, ടിഫിൻ ബോക്സ്, നെയിം സ്ലിപ്പ് തുടങ്ങിയവയെല്ലാം കാലാനുസൃത മാറ്റങ്ങളോടെ വിപണിയിലുണ്ട്. മിക്കി മൗസ്, സ്പൈഡർമാൻ, ലോഗ, ബാർബി ഡോൾ, യൂണിക്കോൺ, ബെൻടെൻ, BTS തുടങ്ങിയ ഇഷ്ട കഥാപാത്രങ്ങൾ ബാഗുകളിലും കുടകളിലും ടിഫിൻ ബോക്സുകളിലും സ്ഥാനം പിടിച്ചു. വിവിധ വർണ്ണങ്ങളിലുള്ള ചൈനീസ് കുടകളും ചെറിയ കാലൻ കുടകളും കാർട്ടൂൺ കഥാപാത്രങ്ങൾ പ്രിന്റ് ചെയ്ത കുടകളുമുണ്ട്. നോട്ട് പുസ്തകങ്ങളാണ് ഓഫറുകളിൽ വിസ്മയിപ്പിക്കുന്നത്. പേജിന്റെ എണ്ണത്തിലും ഗുണമേന്മയിലും മുന്നിൽ നിൽക്കുന്ന ബ്രാൻഡഡ് നോട്ട് പുസ്തകങ്ങൾ 10 എണ്ണം വാങ്ങുമ്പോൾ 10 എണ്ണം തീർത്തും സൗജന്യമാണ്. 50 എണ്ണം വാങ്ങിയാൽ 50 എണ്ണവും 100 എണ്ണം വാങ്ങിയാൽ 100 എണ്ണവും സൗജന്യം. ക്ലാസ്മേറ്റ്സ് ബ്രാൻഡ് നോട്ട് പുസ്തകങ്ങൾ MRPയേക്കാൾ 30% വിലക്കിഴിവിൽ ഇവിടെ ലഭിക്കുന്നു. മെയ് 31 വരെയാണ് ഈ ഓഫറുകൾ ലഭ്യമാകുന്നത്. ഇതുകൂടാതെ വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് ഗൃഹോപകരണങ്ങൾക്ക് ഓഫറുകളുടെ വലിയ പെരുന്നാൾ ഒരുക്കിയിരിക്കുകയാണ് ഹോം എക്സ്പ്രസ്. 2255 രൂപ വിലയുള്ള ബ്ലൂബെറി അയൺ ബോക്സ് വെറും 899 രൂപയ്ക്ക് ലഭ്യമാകുന്നു. 1200 രൂപ വിലയുള്ള ഇംബെക്സ് അയൺ ബോക്സിന് വെറും 599 രൂപ മാത്രം. 6190 രൂപ വിലയുള്ള എയർ ഫ്രയർ 2899 രൂപ മാത്രം. 4875 രൂപ വിലയുള്ള നോൾട്ട ബിരിയാണി പോട്ടിന് 3299. 5200 രൂപ വിലയുള്ള കാസറോൾ സെറ്റ് 3589 രൂപയ്ക്ക്. 4220 രൂപ വിലയുള്ള ഇംബെക്സ് ബിരിയാണി പോട്ടിന് 2599. തെർമൽ കുക്കർ 1899 രൂപയ്ക്ക്. 4800 രൂപ വിലയുള്ള ഇംബെക്സ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2299 രൂപ മാത്രം. 5290 രൂപ വിലയുള്ള ഇംബെക്സ് BLDC സീലിംഗ് ഫാൻ 2199 രൂപയ്ക്ക്. എന്നിങ്ങനെ ഗൃഹോപകരണങ്ങൾക്ക് മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കിഴിവാണ് വലിയ പെരുന്നാൾ ഓഫറുകളിൽ ഹോം എക്സ്പ്രസ് ലഭ്യമാക്കുന്നത്. ചോപ്പർ 299 രൂപ. ബ്ലൂബെറി ഫ്രൈ പാൻ, കടായി, തവ 1199 രൂപ. നവരംഗ് ബിരിയാണി പോട്ട് 999 രൂപ. ഫ്രൈ പാൻ, തവ 799 രൂപ. അയൺ ബോക്സ് 799 രൂപ. കുക്കർ 999 രൂപ. ഗ്യാസ് സ്റ്റൗ 2299 രൂപ. ഇത്തരത്തിൽ വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് ഹോം എക്സ്പ്രസിൽ വമ്പിച്ച ഓഫറുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ വിലക്കുറവിൽ മികച്ച ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുമെന്നതിനാൽ ഹോം എക്സ്പ്രസിന്റെ ഓഫർ സെയിലുകൾ ഇതിനോടകം ജനപ്രിയമായി കഴിഞ്ഞു. പത്ത് നോട്ട് ബുക്കുകൾ വാങ്ങുമ്പോൾ 10 നോട്ട് ബുക്കുകൾ തീർത്തും സൗജന്യം. ഇനി 50 നോട്ട് ബുക്ക് വാങ്ങിയാൽ 50 എണ്ണം സൗജന്യമാണ്. ഇനി 100 എണ്ണം വാങ്ങിയാൽ 100 എണ്ണം സൗജന്യമാണ്. ഇതെവിടെയാണെന്നല്ലേ? മൂന്നുമുറിയിലെ ഹോം എക്സ്പ്രസിന്റെ ബാക്ക് ടു സ്കൂൾ ഓഫർ വിപണിയിലാണ് ഈ വമ്പിച്ച ഡിസ്കൗണ്ടുകൾ നൽകുന്നത്. തീർന്നില്ല. കുട്ടികളുടെ മനം കവരുന്ന പുത്തൻ ട്രെൻഡി സ്കൂൾ ബാഗുകൾ, വർണ്ണക്കുടകൾ, ലഞ്ച് ബോക്സുകൾ, വാട്ടർ ബോട്ടിലുകൾ, ഒപ്പം പെൻസിൽ, റബ്ബർ തുടങ്ങി നമ്മുടെ ക്ലാസ് മുറിയിലേക്ക് ആവശ്യമായ മുഴുവൻ വസ്തുക്കളും വമ്പിച്ച ഓഫറിലാണ് ഹോം എക്സ്പ്രസ് നൽകുന്നത്. ഈ 2026 സ്കൂൾ വിപണി ഹോം എക്സ്പ്രസ് തൂക്കിയിരിക്കുകയാണ്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.
ചെങ്ങാലൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിലേക്ക് പ്രിന്റർ സ്കാനർ സമ്മാനിച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ 1973-74 SSLC ബാച്ചാണ് മാതൃവിദ്യാലയത്തിലേക്ക് സ്നേഹസമ്മാനം നൽകിയത്. സ്കൂൾ പ്രധാനാധ്യാപിക ജിജി പ്രിന്റർ സ്കാനർ ഏറ്റുവാങ്ങി. നന്ദിക്കര സെന്റ് മേരീസ് ദേവാലയത്തിൽ നവദേവാലയ കൂദാശയും പ്രതിഷ്ഠയും വൈദിക മന്ദിരത്തിന്റെ വെഞ്ചരിപ്പും മെയ് 26 ഉച്ചതിരിഞ്ഞ് 3:30 ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ മാർ പൂളി കണ്ണൂക്കാടൻ നിർവഹിക്കും. മെയ് 29, 30, 31 തീയതികളിലായി പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളും ആഘോഷിക്കും. 28 ഇടവക ദിനം ആഘോഷിക്കും. അന്നേ ദിവസം രാവിലെ 11:30 സമർപ്പിത സംഗമം, വൈകിട്ട് 5:30 വിശുദ്ധ കുർബാന, 6:30 സംയുക്ത വാർഷികം, 29 വൈകിട്ട് 5:30 തിരുനാൾ കുടിയേറ്റം, തുടർന്ന് വിശുദ്ധ കുർബാന, 30 രാവിലെ 6:30 വിശുദ്ധ കുർബാന, കൂടുതുറക്കൽ, അമ്പ് വെഞ്ചരിപ്പ്, വൈകിട്ട് 10:30 അമ്പ് പ്രദക്ഷിണ സമാപനം എന്നിവ നടക്കും. തിരുനാൾ ദിനമായ 31 രാവിലെ 10:15 നടക്കുന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ഷാജി തെക്കേക്കര മുഖ്യ കാർമ്മികനാകും. ഫാദർ ജോജി കല്ലിങ്ങൽ സന്ദേശം നൽകും. വൈകിട്ട് 4:30 തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടാകും. ഇനി കാണാം ഇൻഫോടോക്ക്. ഭക്ഷണം ദഹിക്കാനും പോഷകങ്ങളെ ആഗിരണം ചെയ്യാനും പ്രതിരോധശേഷി കൂട്ടുന്നതിനുമെല്ലാം കുടൽ സഹായിക്കുന്നു. എന്നാൽ ചില ദൈനംദിന ശീലങ്ങൾ കുടലിന്റെ ആരോഗ്യത്തെ അവതാളത്തിലാക്കും. അവ എന്തൊക്കെയാണെന്നറിയാം. അമിതമായ കഫീന്റെ ഉപയോഗം കുടലിന്റെ ആരോഗ്യം അവതാളത്തിലാക്കും. ഇത് അസിഡിറ്റി ഉണ്ടാവാനും ഭക്ഷണം നന്നായി ദഹിക്കുന്നതിന് തടസ്സമാവുകയും ചെയ്യും. ഭക്ഷണം കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കാതിരിക്കുന്നത് ദഹനത്തിന് തടസ്സമാവുകയും മലബന്ധം ഉണ്ടാവാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇടവേളയില്ലാതെ നിരന്തരമായി ഭക്ഷണം കഴിക്കുന്നത് കുടലിന്റെ ആരോഗ്യത്തെ ബാധിക്കും. ഭക്ഷണം നന്നായി ദഹിക്കണമെങ്കിൽ സമയം ആവശ്യമാണ്. ഇത് വയറ് വീർക്കുന്നതിനും കാരണമാകും. മലമൂത്ര വിസർജനം ചെയ്യാതെ പിടിച്ചു വയ്ക്കുന്നത് കുടലിന്റെ ആരോഗ്യം അവതാളത്തിലാക്കാൻ കാരണമാകുന്നു. ഇത് മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. സമ്മർദ്ദമുള്ള സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നത് ദഹനത്തെ ബാധിക്കും. ഇത് വയറ് വീർക്കാനും ഗ്യാസ് ഉണ്ടാവാനും കാരണമാകുന്നു. പ്രോബയോട്ടിക്കുകൾ കഴിക്കുന്നത് നല്ല ബാക്ടീരിയകളെ സന്തുലിതപ്പെടുത്താനും കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച കാലവർഷം എത്തിയേക്കും. തെക്കു പടിഞ്ഞാറൻ കാലവർഷം നിലവിൽ തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ, കന്യാകുമാരി പ്രദേശം, ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടലിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിന് മുകളിലും സമുദ്രനിരപ്പിൽ നിന്ന് 3.1 കിലോമീറ്റർ മുതൽ 5.8 കിലോമീറ്റർ വരെ ഉയരത്തിൽ 2 ചക്രവാത ചുഴികൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. 27 വരെ ജില്ലയിൽ മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നലിനും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. കല്ലേറ്റുംകര കെ കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചറർ, ഡെമോൺസ്ട്രേറ്റർ കമ്പ്യൂട്ടർ, ട്രേഡ്മാൻ കമ്പ്യൂട്ടർ എന്നീ തസ്തികകളിലെ താൽക്കാലിക ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചു. ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് തസ്തികയ്ക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ബിടെക് ഫസ്റ്റ് ക്ലാസ് യോഗ്യത ആവശ്യമാണ്. ഇന്റർവ്യൂ ജൂൺ 1 രാവിലെ 10 മണിക്ക് നടക്കും. ഡെമോൺസ്ട്രേറ്റർ കമ്പ്യൂട്ടർ തസ്തികയ്ക്ക് കമ്പ്യൂട്ടർ സയൻസിൽ BSc അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് വിഷയങ്ങളിൽ 3 വർഷ ഡിപ്ലോമ ഫസ്റ്റ് ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കണം. ഇന്റർവ്യൂ ജൂൺ 2 രാവിലെ 10 മണിക്ക് നടക്കും. ട്രേഡ്മാൻ കമ്പ്യൂട്ടർ തസ്തികയ്ക്ക് ITI, KGCE ഫസ്റ്റ് ക്ലാസ് യോഗ്യത ആവശ്യമാണ്. അഭിമുഖം ജൂൺ 2 രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നിർദ്ദിഷ്ട സമയങ്ങളിൽ നേരിട്ട് ഹാജരാകണമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,610 രൂപ, പവന് 1,16,880 രൂപ. കൊടാലി അന്നാംപാടം വട്ടോലി അപ്പുക്കുട്ടൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കൈകേയിയാണ് ഭാര്യ. സുബ്രഹ്മണ്യൻ
ഹരിദാസ്, രാജൻ, ഷാജി, ലത, സോമൻ എന്നിവർ മക്കളും സുധ, രാജി, സരിത, ചന്ദ്രൻ, അനിൽ ഘോഷ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വീണ്ടും ഇരുട്ടടിയായി രാജ്യത്ത് ഇന്ധനവില വർധന. പെട്രോളിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയും വർദ്ധിച്ചു. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ അളഗപ്പ നഗറിൽ പ്രതിഷേധവുമായി CPI. വരന്തരപ്പള്ളി കുരിയാടി തോടിന് ശാപമോക്ഷം. വർഷങ്ങളായി മൂടിക്കിടന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്തു. മട്ടത്തൂർ പഞ്ചായത്ത് 11-ാം വാർഡിലെ ഒരുക്കം 2026 ക്യാമ്പിന് സമാപനം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.